പരിശുദ്ധ റമദാനിലെ വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ദിനരാത്രികളാണ് നമ്മിൽ നിന്ന് കഴിഞ്ഞു കടന്നുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുണ്യങ്ങളുടെ പൂക്കാലം എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട്. റബ്ബിൽ നിന്ന് അവൻ്റെ മഗ്ഫിറത്തിൻ്റെ, അവൻ്റെ അഫുവിൻ്റെ, അവൻ്റെ റഹ്മത്തിൻ്റെ കവാടങ്ങളും മന്നമാരുതനം അടിച്ചു വീശിയും കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിലാണ് നമ്മൾ ഉള്ളത്. നോമ്പിനെ സംബന്ധിച്ച് മാത്രമാണ് അസ്സൗമു ലീ വ അനല്ലദീ അജ്സീ ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിൻ്റെ പ്രതിഫലം നൽകുന്നവൻ എന്ന് അള്ളാഹു പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? നോമ്പിൻ്റെ മാത്രം പ്രത്യേകതയാണ്. എല്ലാ ഇബാദത്തും അള്ളാഹ് തന്നെയാണ്. എന്നിരിക്കെ അള്ളാഹു ഇങ്ങനെ പറയണമെങ്കിൽ അതിന് കണക്കല്ലാത്ത പ്രതിഫലം റബ്ബ് തയ്യാറാക്കി വച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അകാരണമായി ഒരു നോമ്പ് വല്ലവനും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ മതപരമായ ശരഈയായ കാരണങ്ങൾ ഇല്ലാതെ ഒരു നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമായിരിക്കും. അതുകൊണ്ട് ഇസ്ലാം ആർക്കെല്ലാം നോമ്പ് അനുവദനീയമാക്കിയിട്ടുണ്ടോ എല്ലാവർക്കും നമ്മൾ നോക്കേണ്ടതാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് നോമ്പ് നോൽക്കൽ മാത്രമല്ല, നമ്മുടെ കണ്ണും നമ്മുടെ കയ്യും നമ്മുടെ കാലും നമ്മുടെ നാക്കും നമ്മുടെ നോക്കും നമ്മുടെ കൽബും എല്ലാത്തിനും നോമ്പായിരിക്കണം. എല്ലാം നോമ്പിലായിരിക്കണം. ഭക്ഷണം അന്നപാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഭാര്യ ഭർത്തൃ ബന്ധം ഉപേക്ഷിച്ച് വൈകുന്നേരം വരെ പട്ടിണി കിടന്നാൽ പോരാ. നമ്മുടെ നാക്കിന് നോമ്പായിരിക്കണം, നമ്മുടെ കൈക്ക് നോമ്പായിരിക്കണം, നമ്മുടെ കണ്ണിന് നോമ്പായിരിക്കണം, നമ്മുടെ ചെവിക്ക് നോമ്പുണ്ടായിരിക്കണം. അതെങ്ങനെ പരിപാടി? അനാവശ്യമായത് കേൾക്കാണ്ടിരിക്കുക, അനാവശ്യമായത് പറയാണ്ടിരിക്കുക, അനാവശ്യമായത് പിടിക്കാണ്ടിരിക്കുക, അനാവശ്യമായതിലേക്ക് നടക്കാണ്ടിരിക്കുക, അനാവശ്യമായ കാര്യം ചിന്തിക്കാണ്ടിരിക്കുക. ഇതെന്തിനാ? ഇത് നോമ്പിന്റെ പ്രതിഫലം കിട്ടാൻ. അല്ലെങ്കിൽ നോമ്പ് ഹാൻഡിക്യാപ്ഡായി പോകും, വികലാംഗ നോമ്പാവും. പ്രതിഫലം മുഴുവൻ കിട്ടൂല, പ്രതിഫലം മുഴുവൻ ലഭിക്കില്ല. അതുകൊണ്ടാണ് ആരെങ്കിലും വ്യാജവർത്തമാനങ്ങളും അതേപ്രകാരം കളവുകളുമൊന്നും വിനോദവും അതേപ്രകാരം അനാവശ്യവും ഒന്നും ഒരുത്താൻ നിർത്തുന്നില്ലെങ്കിൽ അവൻ എന്തിനും ഭക്ഷണം അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കണം. അള്ളാഹ് അതിൻ്റെ ആവശ്യമില്ല. വെറുതെ പട്ടി എടുത്ത് ഇറങ്ങാറാണ്ടതില്ല. അപ്പോൾ എല്ലാറ്റിനും നോമ്പായിരിക്കണം. നമ്മുടെ നോക്ക്, നമ്മുടെ ചെവികൾ, നമ്മുടെ കൈ, നമ്മുടെ കാല്, നമ്മുടെ ചിന്തകൾ എല്ലാത്തിനും നോമ്പാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ നോമ്പുകാരനായി മാറുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക.